അപ്പോൾ സൂര്യയുടെ അച്ഛൻ പഴയ സ്റ്റാറാണ്. അപ്പോൾ അച്ഛൻ കഴിഞ്ഞ് സൂര്യയോട് അഭിനയിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തീരുമാനം എടുത്ത് സൂര്യ ഇവരെ ഹയർ സ്റ്റഡീസൊക്കെ പഠിച്ചിട്ട് പുറത്തൊക്കെ പോകാൻ നിന്നിരുന്നതാണ്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ സിദ്ദിഖ് സാറ് ഫ്രണ്ട്സ് റീമേക്ക് ചെയ്യുമ്പോൾ വിജയും സൂര്യയും ഒരുമിച്ച് പഠിച്ചത്. അത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അവർ ഫ്രണ്ട്സാണ്, റിയൽ ലൈഫിൽ ഫ്രണ്ട്സാണ്. അവർ ഒരുമിച്ച് കോളേജ് മേറ്റ്സ് ആണ്. അങ്ങനെയാണ് സൂര്യനെ ആ സിനിമയിൽ ഫ്രണ്ടായിട്ട് കാസ്റ്റ്. ആ സിനിമയോട് കൂടിയാണ് സൂര്യ ഇവനെ അഭിനയിക്കാൻ അറിയാമെന്ന് അന്നത്തെ മീഡിയാസൊക്കെ പറഞ്ഞ് അത് സൂര്യ ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയത്, ഒരു ആക്ടർ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയത്. പക്ഷെ ഇപ്പൊ വിജയ് സൂര്യക്ക് ഒരുമിച്ച് അഭിനയിക്കാന്ന് പറയുമ്പോൾ തന്നെ അതൊരു നമുക്ക് സ്വപ്നം കാണുന്ന പോലത്തെ ഒരു ഫിലിം. പക്ഷെ അത് സംഭവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പത്തെ ഒരു സിറ്റുവേഷന് അല്ല, അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ഫാൻസിനെ തൃപ്തിപ്പെടുത്തണം. ഒരാൾക്ക് ഇപ്പൊ നമ്മുടെ 2020 സിനിമയൊക്കെ പോലെ 2020 ഒക്കെ സംഭവിക്കാൻ എത്ര ബുദ്ധിമുട്ടായിരുന്നു. ഈക്വലി ലാലേട്ടനും മമ്മൂക്കേനൊക്കെ ഈക്വലി അവർക്കൊരു റോള് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതേപോലെയാണ് വിജയ് സൂര്യ. ഇപ്പൊ സൂര്യയുടെ തുടക്കാലത്തല്ലേ സൂര്യ വിക്രമിന്റെ കൂടെ പിതാമഹൻ ചെയ്തത്. അന്ന് എനിക്ക് തോന്നുന്നു ഒരു പൊടിക്ക് വിക്രമാണ് ഒരു പൊടിക്ക് കയറി നിൽക്കുന്നത്, ഹീറോ ആയിട്ട് നിൽക്കുന്നത്. അതിൽ ശരിക്കും പറഞ്ഞ വിക്രം ഹീറോ, സൂര്യ ഒരു സപ്പോർട്ടിങ് റോൾ. അപ്പൊ പറഞ്ഞ ഫ്രണ്ട്സ് സിനിമ അത് കണ്ടിട്ടുണ്ടോ? ഫ്രണ്ട്സിന്റെ തമിഴ് കണ്ടിട്ടുണ്ടോ? ഞാൻ ചെറിയ പാർട്സ് ആയിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഫുൾ മൂവി ഞാൻ മലയാളം കണ്ടേക്കുന്നത്. ആ സിനിമയ്ക്ക് സൂര്യക്ക് എത്ര രൂപയാണ് റെമ്യൂണറേഷൻ കിട്ടിയെന്ന് അറിയോ? വിജയ്ക്ക് 2 കോടി കിട്ടി. സൂര്യക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? വിജയ്ക്ക് അറിയില്ല, എന്തായാലും അത്യാവശ്യം കിട്ടിയിട്ടുണ്ടാവില്ല. 5 ലക്ഷം രൂപയാണ് കിട്ടിയത്. ഓ, അത്രയും ഡിഫറൻസ് ഉണ്ടായിരുന്നു. അത്ര ഡിഫറൻസ് ഉണ്ട്. കാരണം സൂര്യ അന്ന് തുടങ്ങി ഫീൽഡ് ഔട്ടിന്റെ വക്കിലെത്തി നിൽക്കുന്നതാണ്. ആ 5 ലക്ഷത്തിനാണ് പിന്നീട് സൂര്യ കയറി ഒരു കോടികളുടെ ലെവൽ എത്തിയത്.